നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി ഓഹരി വിപണിയിൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ. വീട്ടിലിരുന്ന് തന്നെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ട്രേഡിംഗ് നടത്തുവാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എന്നാൽ ഈ സൗകര്യങ്ങൾക്കിടയിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു പിഴവാണ് സേവ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മുഴുവൻ നിക്ഷേപത്തെയും വലിയ അപകടത്തിലാക്കുവാൻ ഇത് ഇടയാക്കിയേക്കാം. പലരും ട്രേഡിംഗ് നടത്തുവാൻ ബ്രൗസറുകളോ വിവിധ ആപ്പുകളോ ഉപയോഗിക്കാറുണ്ട്. ഓരോ തവണയും പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടത് ഒഴിവാക്കുവാൻ പലരും സേവ് പാസ്വേഡ് അല്ലെങ്കിൽ ഓട്ടോ ഫിൽ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നു. ഗൂഗിൾ ക്രോം, സഫാരി പോലുള്ള ബ്രൗസറുകൾ അവരുടെ ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി പ്രദാനം ചെയ്യുന്ന സംവിധാനമാണിത്. ഒരിക്കൽ പാസ്വേഡ് സേവ് ചെയ്താൽ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ അത് സ്വയം പൂരിപ്പിക്കപ്പെടും. എന്നാൽ ഈ സൗകര്യം ഹാക്കർമാർക്ക് ഒരു വലിയ അവസരമാണ്. നിങ്ങളുടെ ഉപകരണത്തിൽ മാൽവെയറുകളോ അപകടകാരികളായ സ്ക്രിപ്റ്റുകളോ കടന്നു കയറുകയാണെങ്കിൽ ബ്രൗസറിൽ സേവ് ചെയ്തു വച്ചിരിക്കുന്ന പാസ്വേഡുകൾ വളരെ എളുപ്പത്തിൽ മോഷ്ടിക്കുവാൻ അവർക്കാകും. പ്രത്യേകിച്ചും സാമ്പത്തിക വിവരങ്ങൾ ലക്ഷ്യമിടുന്ന മാൽവെയറുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ കടന്നു കയറിയാൽ ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അക്കൗണ്ടുകളും അപകടത്തിലാകും. അതിലും അപകടകരമായ മറ്റൊരു സാഹചര്യം മറ്റൊരാളുടെ ഉപകരണത്തിൽ ലോഗിൻ ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന്, ഓഫീസ് കമ്പ്യൂട്ടറിലോ സുഹൃത്തുക്കളുടെ ലാപ്ടോപ്പിലോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ് സേവ് ചെയ്യുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. പിന്നീട് ആ ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ നഷ്ടപ്പെട്ടാൽ പ്രശ്നം അതിലും ഗുരുതരമാകും. കാരണം പാസ്വേഡ് സേവ് ചെയ്തു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് കിട്ടുന്നവർക്ക് ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഇതിനൊപ്പം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്ന മറ്റൊരു ഭീഷണിയാണ് ഫിഷിംഗ് വെബ്സൈറ്റുകൾ. ഒറിജിനൽ ട്രേഡിംഗ് സൈറ്റുകളെ പോലെ തന്നെ കാണുന്ന വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ച് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന രീതിയാണിത്. ഓട്ടോഫിൽ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് അറിയാതെ തന്നെ അവരുടെ ലോഗിൻ വിവരങ്ങൾ ഇത്തരം സൈറ്റുകൾക്ക് നൽകേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ബ്രൗസറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി തന്നെയാണ്. ബാങ്കുകളുടെയോ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയോ സുരക്ഷാ നിലവാരത്തിനൊപ്പമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവയിലില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ട്രേഡിംഗ് ആപ്പുകളിലോ വെബ്സൈറ്റുകളിലോ ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് സേവ് ചെയ്യുന്നതിനു പകരം ഓരോ തവണയും നേരിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ സുരക്ഷിതം. കൂടാതെ കഴിയുന്നിടത്തോളം 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമായും ഉപയോഗിക്കുക. ഇതിലൂടെ പാസ്വേഡ് ചോർന്നാലും മറ്റൊരു സ്ഥിരീകരണ ഘട്ടം ഉണ്ടായതിനാൽ അക്കൗണ്ട് സുരക്ഷിതമായിരിക്കും. പാസ്വേഡുകൾ ഓർമ്മിക്കുവാൻ പ്രയാസമുണ്ടെങ്കിൽ സാധാരണ ബ്രൗസറുകളെ ആശ്രയിക്കുന്നതിനു പകരം സുരക്ഷിതമായ പാസ്വേഡ് മാനേജർ ആപ്പുകൾ ഉപയോഗിക്കുന്നത് മറ്റൊരു നല്ല പരിഹാരമാണ്. ഓർക്കുക, ഓഹരി വിപണിയിൽ ശരിയായ നിക്ഷേപം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം.